ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു കൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ മുകളിലെ വെള്ളത്തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുക്കറിലിട്ടിട്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടാ ഇങ്ങനെ വെന്ത് വരാനായിട്ട്. ഇതിൻ്റെ ചുമന്ന തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലുണ്ട് കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ബജ്ജി കഴിക്കുമ്പോൾ അത് ചെറിയതായിട്ട് ചക്കക്കുരു കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 2 സവാള കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേപ്പിലയും ചെറുതാക്കി അരിഞ്ഞതും 1/4 ടീസ്പൂൺ കായംപൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും നമ്മുടെ ബജിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മളെ സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. നല്ല പോലെ തന്നെ നമ്മുടെ ചക്കക്കുരുവും സവാളയൊക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്നും കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നപ്പോൾ ചെറിയ ഇതുകളായിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയതായിട്ട് പിച്ചിട്ട് കൊടുക്കണം. അധികം വലുതാകുമ്പോൾ ചിലപ്പോൾ ഉള്ളൊന്നും വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കൂലേ. അതുകൊണ്ടാണ് ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം നല്ല പോലെ തന്നെ നമ്മുടെ ബജ്ജി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഞാൻ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിച്ചെടുക്കണേ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, നല്ല പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ചക്കക്കുരുവൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഉപ്പ കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.